നമസ്കാരം. അമേരിക്കൻ സന്ദർശനത്തിലാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്നുള്ളത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഇന്ത്യ മഹാരാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേകതരം കൃമികടിയുണ്ട്. ഈ കൃമികടി മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ ബാധിച്ചിട്ടുള്ള ഒരാളാണെന്നുള്ളതിൽ തർക്കമില്ല. ഇങ്ങനെയുടെ ഈ ഒരു കൃമികടി ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഈ കൃമികടിക്കുന്ന സമയത്ത് ഇങ്ങയുടെ വായിൽ നിന്ന് വരുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയം ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമാണ്. അതിൽ ഇന്ത്യയുടെ ഉൽപാദന കാര്യങ്ങളിൽ ഇന്ത്യ വലിയ കഴിവ് കെട്ട രാജ്യമാണെന്നും ചൈന ഉൽപാദന സംവിധാനത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നും ഇന്ത്യ 4.1% വളർച്ച ഉണ്ടാകില്ല, സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാകില്ല എന്നും അതോടൊപ്പം തന്നെ RSS എന്ന് പറയുന്ന ഒരു സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം പോലെ ഭാരതം ഒരു രാജ്യമല്ല എന്നും ഒരുപാട് വൈവിധ്യങ്ങളുടെ കൂടിച്ചേരൽ മാത്രമാണെന്നാണ് അമേരിക്കയിൽ പോയിട്ട് വിദ്യാർത്ഥികളുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഛർദ്ദിച്ചിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള രക്തത്തിൻ്റെ അശുദ്ധിയാണെന്നുള്ളത് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രസ്താവനയിൽ തന്നെ മനസ്സിലാക്കാം. കാരണം രക്തം പൂർണ്ണമായിട്ടും ഇന്ത്യൻ രക്തമല്ലാത്തതിൻ്റെ പേരിൽ ഒരു മറ്റ് സായിപ്പിൻ്റെ രക്തം കൂടി കൂട്ടിക്കലർന്നതായതിൻ്റെ പേരിലാകാം ഇതുപോലെയുള്ള ഒരു പ്രസ്താവന ഇങ്ങനെ രാജ്യത്തെ അപമാനിക്കുക, BJP അപമാനിക്കുക എന്നുള്ളത് ഒരു വിഷയമല്ല. BJPയുടെ ആശയത്തെ എതിർക്കാം, നരേന്ദ്രമോദിയെ എതിർക്കാം, അമിത്ഷായെ എതിർക്കാം, RSSനെ എതിർക്കാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവനായിട്ട് എതിർക്കാം. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാര ഭാഷ്യം ഇത് മുഴുവനും ഒരേ ഒരു കാര്യം മാത്രമാണ്: ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട്, രാജ്യത്തെ അപമാനിക്കുക. നമ്മൾ എത്രയോ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു പോകുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പുതിയ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ രാഷ്ട്രങ്ങളിലും പല രാഷ്ട്രങ്ങളിലെയും ആളുകളെയൊക്കെ വിളിക്കും, പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയൊക്കെ വിളിക്കും. അവർ വരുന്ന ചടങ്ങിൽ പങ്കെടുക്കും, തിരിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക, ബ്രിട്ടൻ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ഇറ്റലി പോലെയുള്ള രാജ്യം, റഷ്യ, അതോടൊപ്പം തന്നെ ബ്രസീൽ, ഇങ്ങനെ ഇസ്രായേൽ, ഒരുപാട് രാജ്യങ്ങളിലെ തലവന്മാർ, അത് സൈനിക മേധാവികൾ വരാറുണ്ട്, സുരക്ഷാ ഉപദേഷ്ടാക്കന്മാർ വരാറുണ്ട്, അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രിമാർ വരാറുണ്ട്, അവിടുത്തേക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ തലവന്മാർ വരാറുണ്ട്. ഈ രാഷ്ട്രങ്ങളുടെയൊക്കെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരടക്കമുള്ള ആളുകളൊക്കെ പലപ്പോഴായി നമ്മുടെ രാജ്യം സന്ദർശിക്കുന്നുണ്ട്. അവർ വരുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ കാണുന്നു, ഇവിടുത്തെ വിദ്യാർത്ഥികളെ കാണാറുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള ഭാരതത്തിലെ പല വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പല സംഗതികളും കാണാൻ ഇവർ നേരിട്ടെത്തുന്നു. അവർ കുടുംബസമേതം തന്നെ വരുന്നു. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഈ രാഷ്ട്ര തലവന്മാരോ അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ മേലാളന്മാരോ മറ്റാരെങ്കിലും നമ്മുടെ ഭാരതം സന്ദർശിക്കുന്ന സമയത്ത് ഇവിടുത്തെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളും, അതിനെ വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കും. പക്ഷെ അവർ 1% പോലും അവരുടെ രാജ്യത്തെ സംവിധാനങ്ങളെ അപമാനിക്കാനോ പരിഹസിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്ത് ഇതൊക്കെ മോശമാണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഒരു രാജ്യ തലവന്മാർക്കും ഇന്നോളം ഉണ്ടായിട്ടില്ല. അവരത് ഇവിടെ വന്നത് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ ഒരു അസുരവിത്ത് എന്നൊക്കെ പറയാം, ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ എവിടെ പോയാലും അപമാനിക്കുക എന്നുള്ള നയം. ഇവൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്നതാണോ BJP ഭരിക്കുന്നതോ എന്നുള്ളതൊന്നുമല്ല ഇവന്റെ യഥാർത്ഥ വിഷയം. ഇവന് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അത് രക്ഷപ്പെട്ട് കാണണം എന്നുള്ളത് ഒരു ആഗ്രഹവും ഇല്ല. ഇതാണ് കാര്യം. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ 2014 മുമ്പുള്ള 2004 ഈ പഹയൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത്, ഈ അമേഠിയിൽ നിന്ന് ആദ്യമായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിച്ച് വിജയിച്ച് മുന്നോട്ട് പോയ സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ വെറും തട്ടിപ്പാണെന്നും ഇവൻ ഇനി ഇവിടുന്ന് വിജയിപ്പിച്ച് കൊണ്ട് വിടേണ്ട കാര്യമില്ല എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായതിൻ്റെ പേരിൽ അവരെ തോൽപ്പിച്ചു. സ്മൃതി ഇറാനി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത്തവണ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള കഴിവും ബുദ്ധിശക്തിയും എവിടെയാണോ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് അത് പരിഹരിക്കാനും അവർക്കും BJPക്കും പറയാം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതിന്റെ പേരിലാണ് അമേഠി വിട്ടുകൊണ്ട് മറ്റ് ഒരു മണ്ഡലത്തിലേക്ക് പോയി അവിടെ നിന്ന് മത്സരിച്ചത്. അത് കേരളത്തിലുമുണ്ട്, ഉത്തർപ്രദേശിലെ
മറ്റൊരു മണ്ഡലത്തിലുമുണ്ട്. അപ്പോൾ ഈ റായ്ബറേലിയിലുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ അത്രക്കുള്ളു ഇവൻ്റെ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ തന്നെ പരാജയപ്പെടുത്തി മുന്നോട്ട് വരേണ്ട ഒരു കഴിവ് ഇങ്ങർക്ക് വേണ്ടായിരുന്നു. കാരണം മീഡിയയിൽ മത്സരിച്ചാൽ ആൾക്ക് വിശ്വാസമില്ല താനോട് വിജയിക്കുമെന്ന്, തോക്കുമെന്നായിരുന്നു ആളൊരു അത്ഭുതം സംഭവിച്ചത്. അബദ്ധവശാൽ എന്തോ അവിടെ സംഭവിച്ചത് മാത്രമാണെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുള്ളൂ. BJP-യുടെ അല്ലെങ്കിൽ സ്മൃതി ഇറാനിയുടെ ഒക്കെ പരാജയം സ്വാഭാവികം സംഭവിച്ചു, രാഷ്ട്രീയമാണ്. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതും ബോധ്യപ്പെടേണ്ടതും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് ആരോടാണ് ഇത്ര പക? ഈ പക നോക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഈ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഭീകരമായിട്ടുള്ള അഴിമതികൾ, എത്രയോ അഴിമതികൾ, ലക്ഷം കോടി രൂപയുടെ അഴിമതികൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് ഇതിലൊക്കെ ഏത് തരത്തിലുള്ള നിലപാടുകൾ, പ്രതികരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യക്തിയുടെ ഭാഗത്തുണ്ട്? ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് പശ്ചിമ ബംഗാൾ കൊൽക്കത്തയിൽ ഒരു യുവ ഡോക്ടറെ അതിക്രൂരമായിട്ട് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടാളികളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായത്. ഈ ഒരു സംഭവം നടന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കാണാനോ അതിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാനോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് സാധിച്ചോ? ഇല്ല. ഇങ്ങേരാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ക്ഷേമം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭാവി പ്രധാനമന്ത്രി താനാണെന്നുള്ള നിലപാടോട് കൂടിയിട്ട് അമേരിക്കയിലേക്ക് പോയി അവിടെയുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പക്വതയില്ല എന്ന് BJP-യുടെ വക്താവ് ഇപ്പോൾ കുറച്ച് സമയം മുന്നേ പറഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്വതയില്ലാത്ത ഒരേ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി മാത്രമാണെന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടാണ്. കുറച്ച് വർഷം 2003 അമേരിക്കയിൽ ഇതുപോലെ തന്നെ ഇതിന് മുന്നേ പോയി ഇങ്ങനെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞത് വീണ്ടും ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു പോയി എന്നാണ്. ഈ ജനാധിപത്യം തകർന്നു പോയി എന്ന് പറയുമ്പോൾ ഇവന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഈ നമ്മുടെ വോട്ടിംഗ് മെഷീൻ തകരാറ് ഉണ്ടാക്കിയിട്ട് BJP-ക്ക് അനുകൂലമായിട്ട് ഉള്ളൊരു സംഭവമാണ് വോട്ടിംഗ് മെഷീനിലുള്ളത്. അപ്പോൾ ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറ് ഉണ്ടാക്കിയിട്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. 300 സീറ്റും അല്ലെങ്കിൽ 282 സീറ്റൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടാണെന്നാണ് പല സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നതും അവിടെയൊക്കെ അധികാരത്തിൽ വരുന്നതും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതൊക്കെ വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടാക്കിയിട്ടാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഈ ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 2024 ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിയാതിരുന്നു? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ BJP-ക്ക് എപ്പോഴേ 272 എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യ കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അത് സാധിച്ചോ? ഇല്ല. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും, താൻ പപ്പു എന്ന് പറയുന്നത് എൻ്റെ അലങ്കാരമാണ്, ആ ഒരു പേര് എനിക്കുള്ള ഒരു അലങ്കാരമാണെന്നുള്ള രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം പറഞ്ഞുകൊണ്ട് ജനാധിപത്യം ഇന്ത്യയിൽ തകർന്നു എന്ന് 2023 അമേരിക്കയിൽ പോയി പറഞ്ഞ മനുഷ്യൻ. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ഏത് ജനാധിപത്യമാണ് തകർന്നു? ഇവിടെ ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റാത്തത്? ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് മനസമാധാനത്തോടെ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തത്? അത് ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചെയ്തു കൂട്ടുന്ന ചില വികൃതികൾ മാത്രമുള്ളൂ. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് RSS-നും BJP-ക്കും ശക്തിയുള്ള ഒരു സംസ്ഥാനത്തും അന്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യവുമില്ല. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ രീതിയിലുള്ള കോപ്രായങ്ങൾ ചൈനക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രത്തെ എന്താ പറയുക സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ്. എത്രത്തോളം വലിയ വാഴയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.